നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടമായിട്ടുള്ള ചോക്ലേറ്റ് റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. വെറും ₹100 ചെലവിൽ നമുക്കിഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം ട്ടോ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ട്ടോ. നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഒരു ചോക്ലേറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതും വെറും ₹100 ചെലവിൽ. അധികം ചേരുവകളൊന്നുമില്ല. വെറും 3 ചേരുവകൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് വൈറ്റ് ചോക്ലേറ്റാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുന്നുണ്ട്. അതിൽ 3/4 കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റ് അളവായിരിക്കണം. അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല ട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേശ്ശെ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് അത്രയും മധുരം വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾ മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് അല്ലേ കുറച്ചേറെ മധുരം ഇരുന്നോട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പാൽപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെ 3/4 കപ്പ് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയുടെ ചുവ ഇഷ്ടമില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ 3 ഇൻഗ്രീഡിയൻസിന് മാത്രം ആവശ്യമുള്ളൂ. ഇത് 3 നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വാനിലയുടെ എസൻസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുപോലെ വേറെ ഏതെങ്കിലും മാംഗോ ഫ്ലേവറോ ആപ്പിള്, സ്ട്രോബെറി അങ്ങനെ പല എസൻസ് ഉണ്ടല്ലോ. അത് ഇഷ്ടമല്ല നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു മൗൾഡ് എടുക്കുക. അതിലേക്ക് നമ്മുടെ ഷുഗറിൻ്റെ ബോൾസ് ഇല്ലേ അത് കുറേശ്ശെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. അത്തരം നമ്മൾ അന്നേരം മോൾഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഷുഗറിൻ്റെ ബോൾസ് ഞാനെല്ലാം ആദ്യം തന്നെ ആ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മോൾഡാണേ. അപ്പോൾ എന്നിട്ട് ബാക്കി വന്ന നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പാൽപ്പൊടിയുടെ മിക്സ് കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ഈസി ആൻഡ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ട്ടോ. നമുക്കൊരു അരമണിക്കൂർ കൂടിപ്പോയാൽ ഒരു 3/4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് ഫ്രീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് നമുക്ക് കിട്ടും ട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്നൊരു ചോക്ലേറ്റ് വേണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ ഹെൽത്തി ആയിരിക്കും. അപ്പം വെളിയിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റിൻ്റെ അത്രയും ഒരിത് കിട്ടത്തുമില്ല. അപ്പം നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പം എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇങ്ങനെ ഈസി ആയിട്ട് ചോക്ലേറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ നല്ല വൈറ്റ് ചോക്ലേറ്റാണ്. ഇതിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിന് മധുരം കൂടെ ചേർത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.